This is Sparta! What's up guys? Welcome to our channel. So നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഒരു വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ഷെഡ്യൂൾ കൊണ്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ സ്പാർട്ടൻസ് ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. And of course Spartans have the reputation. അപ്പോൾ സ്പാർട്ടൻസ് 300 എന്ന് പറയുന്ന മൂവിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്തുള്ള ഒരു രാജ്യമാണ് സ്പാർട്ട എന്ന് പറയുന്ന രാജ്യം. അവിടെയുള്ള ആളുകളാണ് സ്പാർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പാർട്ടൻസിൻ്റെ ട്രെയിനിങ് രീതി എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് 3 രീതിയിൽ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് എൻഡ്യൂറൻസിന് വേണ്ടി ട്രെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെങ്തിന് വേണ്ടി ട്രെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഹൈപ്പർട്രോഫിക്ക് വേണ്ടി ട്രെയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും സ്പാർട്ടൻസ് അല്ലെങ്കിൽ ഓൾഡ് ഗ്രീക്ക് വാരിയേഴ്സ് എങ്ങനെയാണ് ട്രെയിൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ എജിലിറ്റിക്കും അതുപോലെ തന്നെ ജിംനാസ്റ്റിക്സിനുമാണ് അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വെപ്പൺ മാസ്റ്ററിംഗ് ഒക്കെ അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അത് മാത്രമല്ല നമ്മളിപ്പോൾ സ്പാർട്ടൻ മൂവി എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിള്ളേർ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ അവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിലോട്ട് പറഞ്ഞു വിടുവാണ്. കാട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് അവർ സർവൈവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവരെ വാരിയറായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂടിലും മഴയത്തും അതുപോലെ തന്നെ വന്യജീവികളോടൊക്കെ ഫൈറ്റ് ചെയ്ത് അവർ ഒരു മാസത്തിന് ശേഷം തിരിച്ചു വരുവാണെങ്കിൽ മാത്രമേ അവരെ ഒരു സ്പാർട്ടനായിട്ട് കൂടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ ഈ ഹിൽ ക്ലൈമ്പിങ്ങും അതുപോലെ തന്നെ റണ്ണിങ്ങും അതുപോലെ തന്നെ ഈ പറയുന്ന വേട്ടയാടുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എജിലിറ്റിയും ജിംനാസ്റ്റിക്സും കൂടെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എജിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എജിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ സംഭവങ്ങൾ ചെയ്യുന്നതിനാണ് എജിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഒരു ഫാസ്റ്റ്നെസ്സിന് ഉപരിയായിട്ട് നമുക്ക് മൈൻഡിന് നല്ല ഒരു ഫാസ്റ്റ് ഇത് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല എജിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജിംനാസ്റ്റിക്സിലോട്ട് വന്ന് കഴിയുമ്പോൾ അതൊരു സ്പോർട്ടാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞ സ്പോർട്ട് ആയിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിംനാസ്റ്റിക്സിനകത്ത് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എജിലിറ്റി ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും എജിലിറ്റിയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാലൻസിൻ്റെ നല്ലപോലെ ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് കോർഡിനേഷൻ, നമ്മൾ നല്ലപോലെ കോർഡിനേറ്റ് ചെയ്താൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു സംഭവത്തിൽ ഒരു ചെറിയൊരു പാതയിലൂടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ബാലൻസും അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ജിംനാസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ പഴയ വാരിയേഴ്സ്, ഗ്രീക്ക് വാരിയേഴ്സ് അല്ലെങ്കിൽ സ്പാർട്ടൻസ് ഒക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അതിനെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും നമ്മളിവിടെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മളിവിടെ കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ ബിൽഡിങ്, നമ്മൾ കൂടുതൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഈ പറയുന്ന ഒരു വർക്കൗട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എൻഡ്യൂറൻസിന് വേണ്ടിയും എജിലിറ്റിക്ക് വേണ്ടി ജിംനാസ്റ്റിക്സിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിവിടെ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ സ്പാർട്ടൻസിൻ്റെ ബോഡി കണ്ടിട്ടുണ്ടായിരിക്കും. സ്പാർട്ടൻസ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലീൻ ആൻഡ് ഷ്രെഡഡ് ബോഡിയാണ്. അവർക്ക് ഒരുപാട് വലിയ മസ്കുലർ ആയിട്ടുള്ള ഒരു ശരീരമോ അങ്ങനെ സംഭവങ്ങൾ ബോഡി ബിൽഡേഴ്സിൻ്റെ പോലത്തെ ശരീരമല്ല അവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലീൻ ആൻഡ് ഷ്രെഡഡ് ആയിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ എന്തായാലും ഈ വർക്കൗട്ട് നിങ്ങൾ എന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു സ്പാർട്ടൻ ലെവലിലോട്ട് വരാൻ വേണ്ടി സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പാർട്ടൻ ലെവലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഔട്ട്ഡോറിൽ പോയി തന്നെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബെയർ ഫുഡിലും അതുപോലെ തന്നെ ബെയർ ഹാൻഡ്സ് ഉപയോഗിച്ച് സാധനങ്ങളെടുത്തും ഒക്കെയാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഒരു സ്പാർട്ടനെ പോലെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതായാലും നമുക്ക് ഒട്ടും ലാടിക്കേണ്ട, നേരെ ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് എന്തോ ഒരു റെപ്പറ്റീഷൻസ് ഉണ്ടോ, എന്തോ ഒരു സെറ്റ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ പറയാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വർക്കൗട്ട് വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൂപ്പർ സെറ്റ് വർക്കൗട്ടുകളാണ്. അപ്പോൾ സൂപ്പർ സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഡെഫിനറ്റ് ആയിട്ട് പോയി കാണുക, ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ സൂപ്പർ സെറ്റ് രീതി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വർക്കൗട്ട് നമ്മൾ ഹോമിൽ ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് ഹൈ ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ജിമ്മിൽ ചെയ്യുന്നതിലും നല്ലൊരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഇൻറ്റൻസിറ്റി നമുക്ക് വീഡിയോയിൽ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് എല്ലാ വർക്കൗട്ടും നമ്മൾ HIIT പോലെ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ ഇൻറ്റൻസിറ്റിക്ക് വേണ്ടി സൂപ്പർ സെറ്റുകൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. HIIT എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ റെസ്റ്റുകളൊക്കെ വളരെ വളരെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ റെസ്റ്റ് ഏറ്റവും കുറച്ച് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഏതായാലും നമുക്ക് ഒട്ടിലാടിങ്ങനെ നേരെ വീഡിയോട്ട് പോകാം. ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മണ്ടേയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിനും അതുപോലെ തന്നെ ബാക്കിനുമാണ്. അപ്പോൾ ചെസ്റ്റിനും ബാക്കിനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലായിട്ട് 6 വർക്കൗട്ടുകളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 6 വർക്കൗട്ടിനകത്ത് നമ്മൾ 3 ഇത് സൂപ്പർ സെറ്റിലോട് കൂടി തന്നെ തീരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഡിഫറൻറ്റ് മസിൽസിനാണ് ഇവിടെ സൂപ്പർ സെറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചെസ്റ്റിന് ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാതെ നേരെ പോയിട്ട് നമ്മൾ വിങ്സിനായിരിക്കും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റെപ്പറ്റീഷനും സെറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാപ്പിംഗ് പുഷപ്പും അതുപോലെ തന്നെ പുള്ളപ്പുമാണ്. അപ്പോൾ ക്ലാപ്പിംഗ് പുഷപ്പ് നമ്മൾ ഏകദേശം 20 റെപ്പറ്റീഷൻസ് നമ്മൾ ചെയ്യുമ്പം പുള്ളപ്പ് നമ്മൾ ഏകദേശം 10 എണ്ണം വെച്ചിട്ടാണ് ഒരു സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ സെറ്റിനകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 30 റെപ്പറ്റീഷൻസ് വരും, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്കൗട്ടിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ക്ലാപ്പിംഗ് പുഷപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പുഷപ്പ് പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുക. പുഷപ്പ് പൊസിഷനിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിമം താഴത്തേക്ക് നമ്മുടെ കൈ 90 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മുടെ കോറെല്ലാം എൻഗേജഡ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ പൊസിഷനിലായിരിക്കണം. അത് നമ്മൾ താഴത്തോടെ പതുക്കെ വരുന്നു. താഴത്തോടെ പതുക്കെ വന്നിട്ട് നമ്മൾ 90 ഡിഗ്രി, നമ്മുടെ ആംസ് 90 ഡിഗ്രി ആയി ഉറപ്പായി കഴിയുമ്പോഴത്തേനും മേലോട്ട് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഫുൾ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് പൊങ്ങുന്നു.
എന്നിട്ട് പൊങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ആ എയറിൽ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ക്ലാപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാണ് ക്ലാപ്പിംഗ് പുഷപ്പ്. ഇത് നമ്മളൊരു 20 റെപ്പറ്റീഷൻസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 20 ക്ലാപ്പിംഗ് പുഷപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കാതെ തന്നെ നേരെ പോയിട്ട് നമുക്ക് പുള്ളപ്പും കൂടെ ചെയ്യണം. അപ്പോൾ പുള്ളപ്പ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിങ്സിന് വേണ്ടി, നമ്മുടെ ലാക് മസിൽസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ബാക്കിലോട്ടും നമ്മുടെ ആംസിലോട്ടും എല്ലാം ആക്ടിവേഷൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ 10 റെപ്പറ്റീഷൻ ആയി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ റെസ്റ്റ് എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഹാൻഡ് പുഷപ്പാണ്. അപ്പോൾ സിംഗിൾ ഹാൻഡ് പുഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന് വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് ശരിക്കും നമ്മുടെ ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞായിരുന്നു സ്പാർട്ടൻസ് ട്രെയിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എജിലിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജിംനാസ്റ്റിക്സിന് വേണ്ടിയില്ല. അപ്പോൾ എജിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജിംനാസ്റ്റിക്സിൻ്റെ അകത്ത് ഒരുപാട് ബാലൻസും കോർഡിനേഷനും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് റെസ്റ്റ് എടുക്കുന്നുള്ളൂ, നേരെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകണം. അപ്പോൾ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിംഗിൾ ഹാൻഡ് പുഷപ്പും അതുപോലെ തന്നെ നമ്മൾ സിലിണ്ടർ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വിങ്സിന് വേണ്ടിയിട്ട്. അത് നമ്മൾ റോ ആയിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ആദ്യമേ തന്നെ ജസ്റ്റ് ഒരു കൈ കുത്തി പുഷപ്പ് ചെയ്യിക്കുന്ന നമുക്ക് തന്നെ ഒരു കൈ കുത്തി നിൽക്കുക. ഒരു കൈ കുത്തി നിൽക്കിയിട്ട് ബാക്കി ഒരു കൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ട് കെട്ടിയിട്ട് താഴത്തോട്ട് പതുക്കെ മൂവ് ചെയ്യണം. അപ്പോൾ ഒരു കൈക്ക് 10 എണ്ണമായി. ഇനി അടുത്ത കൈക്ക് നമ്മൾ 10 എണ്ണം ചെയ്യും. അങ്ങനെ 2 കൈക്കും കൂടെ നമ്മൾ ടോട്ടൽ 20 എണ്ണമാണ് വരാൻ പോലും പോകുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ ഹാൻഡ് പുഷപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാല് മാക്സിമം വൈഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ കാല് സാധാരണ വർക്കൗട്ട് ചെയ്യുന്നവനൊക്കെ അടുപ്പിച്ച് വെച്ച്, നമ്മൾ സാധാരണ പുഷപ്പ് ചെയ്യുന്നവനൊക്കെ അടുപ്പിച്ച് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കാല് മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്യുക, അതിനുശേഷം മാത്രം നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക. താഴത്തോട്ട് സാധാരണ പുഷപ്പ് ചെയ്യുന്നവർക്ക് തന്നെ പോവുക, മുന്നോട്ട് പൊങ്ങി വരിക. നല്ല ബാലൻസും അതുപോലെ തന്നെ നമുക്ക് നല്ല എൻഡ്യൂറൻസും സ്റ്റാമിന ഉണ്ടെങ്കിൽ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ സിലിണ്ടർ റോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ റോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 20 റെപ്പറ്റീഷൻസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാല് ഇതുപോലെ വൈഡ് ചെയ്ത് വയ്ക്കുക. എൻ്റെ സാധാരണ റോ ചെയ്യുന്നതൊക്കെ നമ്മുടെ ആപ്സ് ഏരിയയിലോട്ട് ഇങ്ങനെ സംഭവം വലിച്ച് കയറ്റിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ബാർബലിലാണ് നമുക്ക് ഓവറാമോ അണ്ടറാമോ ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രിപ്പ് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രിപ്പ് ആയതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ അടുത്തോട്ട് കൂടുതൽ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ കൈ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആംസിലോട്ടും നല്ല ആക്ടിവേഷൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലോട്ടും നല്ലപോലെ ആക്ടിവേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 20 എണ്ണം എടുക്കുക. അത് 20 എണ്ണം എടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു സൂപ്പർ സെറ്റും കഴിയും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത സെറ്റ് വീണ്ടും ആ സെയിം സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സെയിം സംഭവം തന്നെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇതും അതുപോലെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു റെപ്പറ്റീഷൻ എടുത്തു, അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ സെയിം സംഭവം തന്നെ ഞാനിപ്പോൾ ഈ കാണിച്ച സിംഗിൾ ഹാൻഡ് പുഷപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന റോയും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും സിംഗിൾ ഹാൻഡ് പുഷപ്പും റോയും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ആദ്യ സൂപ്പർ സെറ്റിൻ്റെ 3 സെറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിൻ്റെ 3 സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ 3 സെറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റത്തെ 3 സെറ്റിൻ്റെ ആ വർക്കൗട്ടിലോട്ട് നമുക്ക് പോകാം. ലാസ്റ്റത്തെ 3 സെറ്റിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിക്ലൈൻ പുഷപ്പും അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പുമാണ് വരുന്നത്. അപ്പോൾ ഡിക്ലൈൻ പുഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പർ ചെസ്റ്റിലോട്ടാണ് നല്ലപോലെ ആക്ടിവേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ലപോലെ എല്ലാ പാർട്ടിലോട്ടും നമ്മുടെ ഷോൾഡറിലോട്ടും നമ്മുടെ ഡെറ്റിലോട്ടും അതുപോലെ ആംസിലോട്ടും അതുപോലെ നമുക്ക് നല്ല ബാലൻസിന് വേണ്ടിയിട്ടും എല്ലാം വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നേരെ ആ വർക്കൗട്ടിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡിക്ലൈൻ പുഷപ്പ് ചെയ്യാൻ നേരത്തെ നമ്മുടെ കാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പർ പൊസിഷനിൽ കയറ്റി വയ്ക്കുക. എന്നിട്ട് കൈ ലോവർ ഒരു ലെവലിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പതുക്കെ താഴത്തോട്ട് പോകുന്നു, പതുക്കെ മേളിലോട്ട് പോകുന്നു. നെഗറ്റീവ്സ് നിങ്ങൾ ചെയ്യാൻ നേരത്തെ എല്ലാം പതുക്കെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ മേളിലോട്ട് പൊങ്ങാൻ നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം പുറത്തോട്ട് വിടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ 20 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര വർക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ
നിങ്ങൾ അതിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വെറ്റ് നല്ലപോലെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വർക്കൗട്ടുകളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് വെച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത വർക്കൗട്ട് തൊട്ട് 3 സെറ്റ് വെച്ച് 3 സെറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നല്ലപോലെ വേർക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം വെച്ചാൽ നല്ലപോലെ എൻഡ്യൂറൻസും അതുപോലെ സ്റ്റാമിനയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നല്ല ഒരു പമ്പിങ് എല്ലാം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അപ്പോൾ ഏതായാലും നമുക്കിനി ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പും കൂടെ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അവസാനമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ബാലൻസ് ചെയ്ത് അതുപോലെ തന്നെ നല്ലപോലെ കോർഡിനേഷനും സംഭവങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ സ്ട്രെങ്തും കാര്യങ്ങളും എല്ലാം വേണം. അതുപോലെ നമ്മൾ നല്ല ജിംനാസ്റ്റിക്സ് നമ്മുടെ സെറ്റപ്പ് ആക്കാനും അതുപോലെ തന്നെ എജിലിറ്റിക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു വർക്കൗട്ടാണിത്. ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ട് വർക്കൗട്ടാണ്. നമുക്ക് ഏതൊക്കെ മസിൽസിലോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മസിൽസിലോട്ട് നമുക്ക് ഇതിൻ്റെ ആക്ടിവേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അവസാനമായിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. ഈ വർക്കൗട്ട് നമ്മൾ 10 റെപ്പറ്റീഷൻ ആയിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 റെപ്പറ്റീഷൻ ആയിരുന്നു. 20 റെപ്പറ്റീഷൻ 10 കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും 20 30. അപ്പം ഇത് 3 സെറ്റ് ചെയ്യുമ്പം 3 9. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ബാക്കിയുള്ള വർക്കൗട്ടുകളെല്ലാം തന്നെ നമുക്ക് ഈ രീതിയിൽ 90 റെപ്പറ്റീഷൻസ് രണ്ടും കൂടെ കൂട്ടി ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 300 9 27 270 റെപ്പറ്റീഷൻസാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 300 റെപ്പറ്റീഷൻസ് നമുക്ക് വരുന്നുണ്ട് എല്ലാം കൂടെ കൂട്ടി ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ 300 സ്പാർട്ടൻ വർക്കൗട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ അവസാനത്തെ വർക്കൗട്ടും കൂടെ ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇത് ചെയ്യരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. നമ്മൾ കൈ കുത്തിയിട്ട് കൈയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ നല്ല ബാലൻസും കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. അതുപോലെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് പോയെന്നുകൊണ്ടൊന്നും ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പ് ചെയ്യരുത്. നമുക്ക് ഇതുപോലെ ഒരു ഭിത്തിയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതിനുശേഷം കൈ മാത്രം കുത്തിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വർക്കൗട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് 10 റെപ്പറ്റീഷൻസാണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റേത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അതായത് ഡിക്ലൈൻഡ് പുഷപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പും കൂടെ നമുക്ക് സൂപ്പർ സെറ്റ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. ആ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാതെ വേണം ഈ വർക്കൗട്ടും കൂടെ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വർക്കൗട്ടെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡിയിൽ ഒന്നെങ്കിലും ചേഞ്ചസ് എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ സ്വെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫുൾ ബോഡി ഓവറോളാണ് സെറ്റ് ആയിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ ചെസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിനും വേണ്ടി മാത്രമാണ് ചെയ്തതെങ്കിൽ ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്തൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം സ്പാർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടിലമായിട്ടുള്ള ബോഡി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വർഷം മാത്രമാണ് നമുക്ക് എജിലിറ്റി ട്രെയിനിങ്ങും അതുപോലെ നമ്മുടെ ജിംനാസ്റ്റിക്സും എല്ലാം കൂടെ വരുന്ന ഒരു ചെറിയ ട്രെയിനിങ് മാത്രമാണിത്. ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിലോട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിലോട്ടുള്ള വർക്കൗട്ടുകൾ വേറെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കിടിലമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നമ്മൾ കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും ഒരു നല്ല സ്പാർട്ടൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും വർക്കൗട്ടുകൾ മാത്രം ശ്രദ്ധിച്ചാൽ വേണ്ടി പോരാ. നമ്മുടെ ട്രൂപ്സ് നമ്മുടെ കൂടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ സ്പാർട്ടൻസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 300 പേരുള്ളെങ്കിൽ ആ 300 പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒറ്റ കാര്യം തന്നെയാണ്. അവർക്ക് വാറ് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ഒരു ഒറ്റ കെട്ടായിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് അത്രയും ലക്ഷക്കണക്കിന് പേർഷ്യൻസിന് തോൽപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കും അത് തന്നെയാണ് ലോയലിറ്റി. മറ്റുള്ള നമ്മുടെ കൂട്ടുകാരുടെ അടുത്തെല്ലാം നല്ല ലോയലിറ്റി ആയിട്ടുള്ള ഒരു ബിഹേവിയർ അതുപോലെ ഒരു നെവർ സൈഡ് ആയ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ എന്തിനെ നേരിടാനുള്ള ഒരു കഴിവും കൂടെ നമുക്കുണ്ടെങ്കിൽ കൂടെ നമ്മുടെ ഈ വർക്കൗട്ടും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടൊരു സ്പാർട്ടൻ ഒരു ബോഡിക്കൊടൊപ്പം തന്നെ നമുക്ക് സ്പാർട്ടൻ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഒറ്റ വർക്കൗട്ട് കൂടെ നമ്മൾ ഈ വർക്കൗട്ട് നിർത്തുന്നില്ല. ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നത്. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്ത് മണ്ടേക്ക് വേണ്ടി നമ്മൾ ചെയ്ത് നമ്മുടെ ചെസ്റ്റിനും അതുപോലെ നമ്മുടെ ബാക്കിനും വേണ്ടിയിട്ടാണെങ്കിൽ ട്യൂസ്ഡേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആംസിന് വേണ്ടിയിട്ടാണ്. അതായത് ബൈസെപ്സിനും ട്രൈസെപ്സിനും വേണ്ടിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ദിവസം ചെയ്യാൻ വേണ്ടി പോകുന്നത് മൂന്നാമത്തെ ദിവസം വെനസ്ഡേ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഗ്സിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വർക്കൗട്ടുകളെല്ലാം ഇടയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിന് വേണ്ടിയുള്ള വർക്കൗട്ടുകളും കയറ്റുന്നുണ്ട്. അല്ലാതെ ഷോൾഡർ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ദിവസമായിട്ട് എടുക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ എല്ലാ ഇടയ്ക്കായിട്ടാണ് ഷോൾഡറൊക്കെ കയറ്റി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ പറയുന്ന ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ഡെഫിനറ്റ് ആയി ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നത്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.